ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സംഭവമാണ്. ഓക്കെ, ബക്കറ്റ് ചിക്കൻ അല്ല, ബക്കറ്റ് ഫിഷാണ്. ഇന്നേരം ആരും ചെയ്യാത്തൊരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ബക്കറ്റ് ചിക്കൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബക്കറ്റ് ഫിഷ് ചെയ്യാൻ പോകണം. ഓക്കെ, ഫിഷ് അപ്പോൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ലൈനെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകാം. എന്നതിന് ശേഷം നമുക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനു മുമ്പ് നമ്മുടെ ഗോഡ്സ് ഓൺ കണ്ടന്റ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിനകത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ തുടങ്ങാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഓക്കെ, സാധാരണ നമ്മൾ നോർമൽ മീൻ മസാല കൂട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്യാം. ഓക്കെ, അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെരുംജീരകം, ഓക്കെ, വലിയ ജീരകം എന്നൊക്കെ പറയുമല്ലോ, അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഒരുപാട് ഇടരുത്, കുറച്ചിട്ട്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ, ഓക്കെ, വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നതിന് ശേഷം നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ്, ഓക്കെ, ഷുർക്ക, വിനാഗർ എന്നൊക്കെ പറയുന്ന ഷുർക്ക ഉണ്ടല്ലോ, അതാണ് നമ്മൾ വെള്ളത്തിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷുർക്കി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യുക. ഓക്കെ, വെള്ളത്തിന് പകരം ഷുർക്കി ഒഴിച്ച് കുറച്ച് ഷുർക്കി ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറച്ചാക്കി ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിലൊക്കെ, വെള്ളത്തിന് പകരം ഫുള്ളായിട്ട് ഷുർക്ക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കുഴമ്പ് രൂപത്തിലായ നമ്മുടെ മസാല മൊത്തം നമ്മുടെ ഫിഷിനകത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലും അകത്തും എല്ലാം നല്ലോണം തേച്ച് അടിപൊളി ചന്തക്കാരനാക്കി എടുക്കാൻ നമ്മുടെ ഫിഷിനെ. ഓക്കെ, മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് നമുക്കൊരു മണിക്കൂറോളം, ഒക്കെ ഇതിനെ നമുക്കൊന്ന് മസാല പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. അതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ മസാലയുടെ പരിപാടി കഴിഞ്ഞു. ഒക്കെ, ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ചെറിയ കുറ്റി, ഒരു കമ്പ് തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഫിഷിൻ്റെ ആ ഒരു വലുപ്പത്തിന്, മിഡിൽ വലുപ്പത്തിന് നമ്മൾ തയ്യാറാക്കി വെക്കണം. ഓൾറെഡി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിഷ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ഫിഷ് വാങ്ങുക. ഞാൻ വാങ്ങിച്ചത് ഏകദേശം 4 കിലോ. അത് നമ്മുടെ ബക്കറ്റിനനുസരിച്ചുള്ള ഫിഷ് വാങ്ങാം. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും, നമ്മളിവിടെ കല്ല് കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബക്കറ്റിനകത്ത് ഈ ഫിഷ് കയറുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബക്കറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് എന്താണോ അതിന് വലുപ്പത്തിനനുസരിച്ച് വാങ്ങുക. എന്തായാലും 1 കിലോ 1.5 കിലോ ഒരു ഫിഷ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ 4 കിലോൻ്റെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഇത് വേവിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നമ്മൾ ഒരു ചെറിയ ഫിഷ് വാങ്ങും. ഓക്കെ, ഇത്ര വലുത് വാങ്ങരുത്. കണ്ടോ, ഇത്ര വലുത് വാങ്ങിയപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മുടെ ഗോഡ്സ് ഓൺ കണ്ടന്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് നമ്മുടെ ഈ പ്രകൃതിയിലൊക്കെ ഈ നാച്ചുറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കുക. ഓക്കെ, പ്രകൃതിപരമായിട്ട്. അതുപോലെ തന്നെ ട്രാവലിംഗ്, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ഒരു 10-20 മിനിറ്റോളം തീ കത്തിക്കേണ്ടി വരും. ഒക്കെ, വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടാൻ ഒരുപാട് നേരം നമ്മൾ തീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഫിഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയതിന് ശേഷം, 5-10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടോ നോക്കിയതിന് ശേഷം
രണ്ടാം മുറി വെച്ച് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫിഷ് നല്ലോണം വെന്ത് ഒക്കെ ആ കളർ കാണുമ്പോൾ തന്നെ കാണാൻ കഴിയും നിങ്ങൾക്ക്. പിന്നെ ഒരു വാല് കുറച്ച് കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ബക്കറ്റുമേ മുട്ടി നിന്നതുകൊണ്ടാണ് കരിഞ്ഞ് പോയത്. പക്ഷേ മൊത്തത്തിൽ നമുക്ക് കാണാം നല്ല വെന്ത് അടിപൊളി കണ്ടോ, റെഡ് കളറിൽ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഫിഷ്. ഇനി നമുക്കിതിനെ ഓലുമെന്നെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തോ, കുഴപ്പമില്ല. ഫ്രണ്ട്സ്, സംഭവം പൊളിയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എത്ര വലിയ ഫിഷ് വാങ്ങണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഒരു 1.5 കിലോൻ്റെ 1 കിലോൻ്റെ ഫിഷൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. സംഭവം പൊളിയാണ്. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.